ഷർമഡാലിസാട്ടോ ഇന്ന് നമ്മൾ മത്തിനെ പറ്റിയാണ് വേറൊരു ക്ലാസ് എടുക്കുന്നത്. മത്തി വടക്കൻ കേരളത്തിൽ മത്തി, തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചാള, പേര് ഇങ്ങനെ മാറി മാറി വരുന്ന മീനാണ്. ഇംഗ്ലീഷിൽ ഒറ്റ പേരുള്ളൂ, സാഡി. അതാ പിന്നെ ഫിന്നൊക്കെ നോക്കി സുതാര്യമായിട്ടുള്ള നല്ല മുകളിൽ നല്ല പച്ച കളറുള്ള, സൈഡില് വെള്ള കളറ് അല്ലേ, സിൽവർ കളറുള്ള മീനാണ്. മത്തിനെ പറ്റി അറിയാത്ത കാര്യങ്ങളാണ്. എല്ലാ കാര്യത്തിനെ കുറിച്ച് അങ്ങനെയാണല്ലോ, അറിയുന്നതിനെക്കാട്ടി അറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ. അതായിട്ട് മത്തിന്റെ മെയിൻ ഫുഡ് എന്താ? മത്തി ചാകരക്കാലത്താണ് ഏറ്റവും കൂടുതൽ മത്തിക്ക് വില പറയുന്നത്. ഇപ്പോഴൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 2 കിലോനും 3 കിലോനും വാരി കൊടുക്കുന്ന മത്തിയാണ്. ഒരു മാസം മുന്നേ മത്തിന്റെ വില 400 രൂപ 500 രൂപയ്ക്ക്. അപ്പൊ മത്തിക്ക് അങ്ങനെ വില കൂടാനും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മത്തി ഒരു അപൂർവ മുതലാണ്. കേരള തീരത്ത് മാത്രമാണ് ഇതിന്റെ മെയിൻ പ്രതിഭാസം. പിന്നെ ഒമാനിലും നന്നായിട്ട് കിട്ടും. ഒമാൻ മത്തിയൊക്കെ ഇമ്പോർട്ട് ചെയ്യണ നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യണത് ഒമാൻ മത്തി. പിന്നെ ഗുജറാത്ത് മത്തി, അത് പോട്ടെ. മത്തി എത്ര ഐറ്റം ഉണ്ട് വിചാരിച്ചെങ്ങനെ. അപ്പൊ മത്തി എന്താ പറയുക, മത്തി ട്രോളിങ് സമയം മത്തിക്കാണ് മെയിൻ. അതായത് എല്ലാ മീനും ഈ മുട്ടയിടുന്ന സമയത്ത് പിടിക്കരുത് എന്ന് പറയുന്ന പോലെ തന്നെ ട്രോളിങ് എന്തിനാന്ന് വെച്ചാൽ മുട്ടയിടുന്ന സമയത്ത് മീനെ പിടിക്കാണ്ടിരിക്കാൻ. ആ സമയത്ത് നല്ല മീൻ കൂട്ടാനും പറ്റുള്ളൂ. കാരണം അപ്പോഴല്ലേ ബോട്ടുകാർ പോകാണ്ടിരിക്കുമ്പോൾ നല്ല മീൻ കിട്ടുള്ളൂ. ഒരാഴ്ച 2 ആഴ്ച കഴിയാത്ത പുതിയ മീൻ കിട്ടുള്ളൂ. അപ്പൊ മത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, മത്തി എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് ഒരൊറ്റ തവണ മാത്രം മുട്ടയിടുന്ന മീനാണ്. ജീവിതത്തിൽ ഒരൊറ്റ തവണ ഒരു മത്തി മുട്ടയിടുള്ളൂ. അത് കഴിഞ്ഞാൽ മുളന്റെ മാതിരി 12 കൊല്ലം കഴിഞ്ഞാൽ മുളണ്ട് പൂത്തുകാണ്ട് പൊട്ടാകെ തൂഫാനാകുന്നില്ല. അതേമാതിരി മത്തിന്റെ കഥ. അത് കണ്ടു കഴിഞ്ഞാൽ മത്തി കഴിക്കും. പക്ഷെ ആ ഒരു ഇടലുണ്ടല്ലോ, ആ ഒരു മുട്ട ഇടല് എന്ന് പറഞ്ഞാൽ 1.5-2 ലക്ഷം, 2 ലക്ഷം ഉറുപ്പിയല്ല, 2 ലക്ഷം മുട്ടകളുടെ ഒരു മത്തി. അതുകൊണ്ടാണ് ട്രോളിങ് സമയത്ത് മത്തിനെ പിടിക്കരുത്, മറ്റു മീനുകളെ പിടിക്കരുത്. ഈ ഒരു മത്തി നോക്കിയാൽ 1.5 ലക്ഷം മുട്ടയിടുന്ന മത്തിയാണ്. ഈ ഒരു മത്തിനെ പിടിച്ച് എത്ര നഷ്ടം വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മത്തി എന്നല്ല ഒരു മീനിന് പിന്നെ മുട്ടയിടാൻ പോകുന്ന ട്രോളിങ് സമയത്ത് പിടിക്കരുത് എന്നുള്ളത്. പിന്നെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ മുട്ട പിന്നെ എന്താ പറയുക, കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്ന മീനുകളെ പിന്നെ പിടിച്ചിട്ട് വിടുന്നത്. അതിനോട് നമ്മൾ അംഗീകരിക്കില്ല കേട്ടോ. പിന്നെ വിടുന്നത് നല്ലതാണ്, പക്ഷെ ആ സമയത്ത് ചൂണ്ടയിടായിട്ട് ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം വായിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുൻപ് പിന്നെ ഈ മീൻപണിക്കട ചൂണ്ട കയ്യിൽ കൊണ്ടിട്ട് ചെറിയൊരു ഈറലൊക്കെ കീറി എടുത്തതിന്റെ വേദന നമുക്കറിയാം. കയ്യിൽ കൊണ്ടാൽ എത്ര വേദന ഉണ്ടാവും. അപ്പോ എത്ര വേദന ഉണ്ടാവും. അപ്പൊ വായന കൊണ്ടാൽ എത്ര. അന്ന് മുതലാണ് നമ്മളെന്റെ ചൂണ്ടപ്പണി നിർത്തി. അന്ന് മുതൽ ഞാൻ ചൂണ്ടക്ക് പോക്കരുത്തി. കയ്യിൽ കൊണ്ടതിനെക്കാട്ടി വേദന തൊള്ളയിൽ കൊണ്ടുണ്ടാവുമല്ലോ. അപ്പൊ മറക്കണ്ട, മത്തി ക്ലൂപ്പിയുടെ കുടുംബമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മുട്ടയിടുന്ന മീനാണ്. 1.5 ലക്ഷം മുട്ടയിടുന്ന മീനാണ്. അത് ആലോചിച്ചാൽ മതി. പിന്നെ മീനെണ്ണ ഇനിയിപ്പോ പിന്നെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, പിന്നെ എന്താ പറയാ നമ്മുടെ നെയിൽ പോളിഷ് ആയിക്കോട്ടെ, ഇതിലൊക്കെ മെയിൻ ഘടകമായിട്ട് വരുന്ന മീനെണ്ണ ഒമേഗ 3 മത്തിന്നും എടുക്കുന്നുണ്ട്. മത്തിന്നാണ് എടുക്കുന്നതല്ല, മത്തിന്നും ഇത് എടുക്കുന്നുണ്ട്. പിന്നെ ഈ മീനെണ്ണ നമ്മുടെ ബോട്ടിന് വള്ളങ്ങൾക്കൊക്കെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം കൂടെയാണ്. അപ്പോൾ വേണ്ടതാണ്.